നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഞാൻ ജോബിൻ. മക്കളെ, CPO പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്, എക്സാമിനേഷൻ തീയതിയും വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടതെന്ന് നോക്കി വെച്ചോണം. കാരണം കൺഫർമേഷൻ കൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യത്തില്ല, എക്സാം എഴുതാൻ പറ്റത്തില്ല, അത് റിജക്ട് ആയിട്ട് പോകും. അതുകൊണ്ട് കൺഫർമേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചു നോക്കാം. എക്സാം ഡേറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. എക്സാം ഡേറ്റ് 20-ാം തീയതിയാണ്. അതായത് ജൂൺ മാസം 20-ാം തീയതി സാറ്റർഡേ ആണ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജൂൺ മാസം ഏകദേശം ഒരു അവസാനത്തോട് അടുത്ത് വരുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ഏതാണ്ട് അതേപോലെ തന്നെ വന്നിരിക്കുകയാണ്. ജൂൺ മാസം 20-ന് പരീക്ഷ നടക്കാൻ പോകുന്നു. ഇനി നമ്മുടെ മുൻപിൽ എത്ര ദിവസം പ്രിപ്പറേഷൻ വേണ്ടിയിട്ടുണ്ട്? മക്കളെ, കൃത്യമായിട്ട് പറയട്ടെ. ഇന്ന് തീയതി 24 മാർച്ച് ആണ്. മാർച്ച് 24 ആണ്. മക്കളെ, ഏപ്രിൽ 24 വരുന്നുണ്ട്. ഏപ്രിൽ 24, ദെൻ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയ് വരുന്നുണ്ട് അല്ലേ? മെയ് 24 വരുന്നുണ്ട്. അതിനുശേഷം ജൂൺ 20 വരെയാണുള്ളത്. അതായത് ഇവിടെ ഒരു 30 ദിവസം കിട്ടും, ഇവിടെയും ഒരു 30 ദിവസം കിട്ടും. അതിനുശേഷം നമുക്ക് ഏതാണ്ട് കൃത്യമായിട്ടല്ലെങ്കിൽ പോലും ഒരു 15 ദിവസം കൂടി കിട്ടുകയാണ്. ഒരു 75-80 ദിവസമാണ് നമുക്ക് ഇനിയും പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. അത്രയും ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്? അവസാനവട്ട റിവിഷനും പഠിക്കാനുള്ള ടോപ്പിക്കുകളും എല്ലാം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇനിയുള്ള സമയം അത് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി പൂർണ്ണമായിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. എത്ര സമയം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മാറ്റിവെക്കാൻ പറ്റുമോ അത്രയും സമയം അതിനു വേണ്ടി തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടതെന്നൂടെ ഒന്ന് നോക്കി വെച്ചോടാം. അതായത് നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക. പ്രൊഫൈലിൽ നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡും യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഒരു OTP ചോദിക്കും. ആ OTP എൻ്റർ ചെയ്താൽ നമ്മൾ നേരെ വരുന്നത് ഈ ഒരു പ്രൊഫൈലിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ദ കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു 1 എന്ന ചിഹ്നത്തിൽ കാണാൻ കഴിയും, കൺഫർമേഷൻ ഫോർ ദ എക്സാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പോകുന്നത് ആ എക്സാമിലെ കൺഫർമേഷൻ ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്നാണ്. 563/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലെ പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയനുകളിലേക്കുള്ള CPO സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ കൺഫേം നൗ എന്ന് കാണാൻ കഴിയും. കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 11/4/2026 ആണ്. ഓക്കെ, 2026 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഇപ്പൊ തന്നെ കൺഫർമേഷൻ കൊടുത്തു. കാരണം ലാസ്റ്റ് ഡേറ്റ് മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്തോ, കൺഫർമേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതാ ഇതേപോലെ വരും. ഇവിടെ ജില്ല സെലക്ട് ചെയ്യുക. പരീക്ഷ എഴുതേണ്ടത് നിങ്ങൾ ഏത് ജില്ലയാണോ ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. താലൂക്ക് സെലക്ട് ചെയ്യുക. എക്സാമിനേഷൻ മീഡിയം അത് മലയാളമാണ് വരിക, അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക. നിങ്ങൾ ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതാൻ പോകുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് ഒന്നായിരിക്കാം, കമ്മ്യൂണിക്കേറ്റീവ് അഡ്രസ് മറ്റൊന്നായിരിക്കാം. ഇതിൽ ഏത് ജില്ലയാണോ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ആ ജില്ലയാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റർ അലോട്ട് ചെയ്ത് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം റിസീവ്ഡ് എന്ന് പച്ച കളറിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാം. ഇനിയുള്ള 80 ദിവസങ്ങൾ, ആ 80 ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? പ്രത്യേകിച്ച് നിങ്ങൾ ഇനിയും പഠിക്കുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 20 മാർക്കാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ നിന്ന് 30 മാർക്കാണ്. ആ 50 മാർക്ക് നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ, പഠിച്ച വൃത്തിക്ക് അങ്ങ് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഒപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന GK ടോപ്പിക്സും എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പറേഷൻ കാക്കി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ബാച്ച് അവൈലബിൾ ആണ്. ഈ ബാച്ചിൽ നമ്മുടെ അനശ്വര മിസ്സാണ് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളൊക്കെ പോവാണ്. ഇപ്പോൾ വരുന്ന സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ, സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, വ്യുമൻ സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഈ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിക്കോട്ടെ, ലൈവ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാനുള്ളവരെല്ലാം ശ്രമിക്കുക. അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവാണ്, ബാച്ച് ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ്. കുറച്ച് ദിവസം കൂടി മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുകയുള്ളൂ. അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. ഈ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് 8281223366 നമ്പറിലോട്ട് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഡെമോ ക്ലാസ്സുകളും നോട്ടുകളും ഒക്കെ കണ്ട് മനസ്സിലാക്കി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു അവസാനവട്ട പ്രിപ്പറേഷൻ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം നമുക്ക് ക്ലാസ്സിൽ കാണാം.